പാട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ കഴിഞ്ഞ നമ്മുടെ 2014 ഹിറ്റ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്പർ 1 നിൽക്കുന്ന ഒരു പാട്ടിലോ ഒന്നാണ് ഈ റൂബി പാടിയ പാട്ട്. അല്ല, ഇപ്പൊ ഈ പാട്ട് പാടാൻ എന്താ കാര്യം? കാരണമുണ്ട്. കാരണം എന്താണെന്ന് അറിയോ? നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പറങ്കിമല എന്ന മൂവിയിലെ സോങ് ആണിത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പോൾ ഈ ചിത്രത്തിന്റെ ഡയറക്ടർ ആരാന്ന് മിനുവിനറിയോ? സനൻ പള്ളാശ്ശേരി അല്ലേ? യെസ്, ശ്രീ സനൻ പള്ളാശ്ശേരിയാണ്. സെനൻ ചേട്ടൻ നമ്മുടെ കൊച്ചു ടി വിയിലെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സാരാംശമുള്ള ഒത്തിരി കഥകളായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഇനിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് കൊച്ചുവിൻ്റെ എപ്പിസോഡിൽ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് കൊച്ചുവിൻ്റെ എപ്പിസോഡിൽ എന്ത് കഥയായിട്ടാണ് സനൻ ചേട്ടൻ എത്തിക്കണമെന്ന് അറിയണ്ടേ? നമുക്കൊന്ന് കണ്ടു നോക്കാം. കഥകൾ കേൾക്കാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പകാലത്ത്. അതിന് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നു. കഥകൾ പറയാനും കേൾക്കാനും ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നൊരു കുടുംബ പശ്ചാത്തലമായിരുന്നു എൻ്റേത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ട്: മുൻചുണ്ടി, കോപം, മുൻകോപം നമ്മളെ ഒരു സ്ഥലത്ത് എത്തിക്കില്ല. ജീവിതത്തിൽ ഏറ്റവും തകർച്ച ഉണ്ടാക്കും. എന്ത്? മുൻകോപം. നമ്മുടെ ഭഗവാന്മാരിൽ തന്നെ, ത്രിമൂർത്തികളിൽ തന്നെ ശിവഭഗവാൻ, മഹാദേവൻ, ദേവന്മാരുടെ ദേവൻ മഹാദേവന് ഏറ്റവും മുൻചുണ്ടി ഉണ്ട്. അതിന് തൃക്കണ്ണ് തുറന്നാൽ അപ്പം കത്തും, എല്ലാം കത്തിപ്പോകും. അങ്ങനെ ഉള്ള ശിവഭഗവാന്റെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. അത് ഏത് മതസ്ഥരായാലും കുഴപ്പമില്ല, നിങ്ങൾ കേട്ടിരിക്കേണ്ട കഥയാണ്. നമ്മുടെ പൈതൃകമാണ്. പാർവതി ദേവി പഞ്ചാഗ്നി മധ്യേ, പഞ്ചാഗ്നി എന്ന് പറഞ്ഞാൽ എല്ലാ ചുറ്റും പഞ്ചഭൂതങ്ങൾ ഇത് ചെയ്തിട്ട് പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താണ് ശിവനെ വരനായിട്ട് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്യാമെന്ന് നിസ്സാര കാര്യമല്ല. തീരെ അടുത്ത് നമുക്ക് അറിയാം, തീരെ അടുത്ത് ഒരു ചെറിയ ദൂരെ പോലും തന്നെ നമുക്ക് ഇതാവും. അപ്പോൾ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്ത് ശിവഭഗവാനെ വരനായി കിട്ടണമെന്ന് പ്രാർത്ഥിച്ച പാർവതി ദേവി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ജലപാനമില്ലാതെ, പാനമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ലാണ്ട് ഒരു ഇല പോലും ഭക്ഷിക്കാതെ പാർവതിദേവി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് മഹാദേവനെ ഭർത്താവായിട്ട് കിട്ടണം. ഇത് വലിയൊരു റിസ്ക്കുള്ള സംഭവമാണ്. അദ്ദേഹം ക്ഷിപ്രകോപിയാണ്. വരം ചോദിക്കുന്ന നേരത്തും എന്തെങ്കിലും അനിഷ്ടങ്ങൾ വന്ന് അപ്പം തന്നെ കത്തിച്ച് ഭസ്മമാക്കി കളയും. അങ്ങനെ പ്രാർത്ഥിച്ച് ഭഗവാനെ ഒരു വ്യക്തിക്ക്, ഒരു സാധാരണ മനുഷ്യന് ഭഗവാനെ, ഒരു സ്ത്രീക്ക് ഭഗവാനെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ കിട്ടണം എന്ന് ആഗ്രഹിക്കണം വലിയൊരു ഇതാണ്. എങ്കിലും പാർവതിദേവി പ്രാർത്ഥിച്ച് ലാസ്റ്റ് വരം, തപം, ഒരു ഇല പോലും എടുക്കാതെ പഞ്ചാഗ്നി മധ്യേ തപസ്സിച്ച് ലാസ്റ്റ് ശിവഭഗവാൻ അനുഗ്രഹിക്കുകയാണ്, നിന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ചു. വ്രതം, തപം എല്ലാം ഓക്കെ ആയി. ഓക്കായപ്പോൾ എന്താ പ്രശ്നം? എല്ലാം ഓക്കെ ആയപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അദ്ദേഹത്തിന് മുൻചുണ്ടി സഹിക്കാൻ പറ്റണ്ടായി. അദ്ദേഹത്തിലൂടെ അങ്ങനെ അനുഭവിച്ചു. അദ്ദേഹത്തിന് മുൻചുണ്ടി നിമിഷ നേരം കൊണ്ട് ക്ഷിപ്രപ്രസാദിയാണ്, ക്ഷിപ്രകോപിയാണ്. ഇത് സഹിക്കാൻ പറ്റില്ല പാർവതി ദേവിക്ക്. ഇപ്പം എന്താ ചെയ്യുക? എന്ത് ചെയ്യും? അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു സമയം നിങ്ങളുടെ കൂടെയുള്ള ദുർവാസം എനിക്ക് മടുത്തു തുടങ്ങി എന്ന് ഭഗവാന്റെ അടുത്ത് പറയാണ്, മഹാദേവൻ്റെ അടുത്ത് പറയാണ്. നിങ്ങളുടെ കൂടെയുള്ള ദുർവാസമായിപ്പോയി, ദുർവാസമായിപ്പോയി. ഭഗവാനും ഭയങ്കര ഫീലിംഗായി. കാരണം വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയുണ്ട്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കുറച്ച് നാൾ അച്ഛനമ്മയുടെ അടുത്ത് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? അച്ഛനമ്മയ്ക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കൂട്ടുകാരിയെ കുറിച്ച് പറയും സ്കൂളിലെ. അപ്പോൾ എന്താ അവർക്ക് തോന്നുക? ആ കുട്ടി നല്ല കുട്ടിയായിരിക്കും, പക്ഷേ മകൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ മകന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അച്ഛനമ്മയ്ക്കും ഇഷ്ടപ്പെടാണ്ടാവും. എൻ്റെ കുട്ടികൾ 2 പെൺകുട്ടികൾ, അവരും എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ, ആ കുട്ടി മോശം കുട്ടിയായിരിക്കും. ചിലപ്പോൾ നല്ല കുട്ടിയായിരിക്കും. ഇവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആ കുട്ടി മോശമായിരിക്കാം, പക്ഷേ ശരിക്കും ആ കുട്ടി നല്ല കുട്ടിയായിരിക്കും. അതേപോലെ ഭഗവാൻ മഹാദേവൻ ലോകം മുഴുവൻ വിളങ്ങി നിൽക്കുന്ന ആൾക്ക് പാർവതിയുടെ അനിഷ്ടക്കേട് അദ്ദേഹത്തിലേക്കും വ്യാപിച്ചു തുടങ്ങി. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഈ മുൻചുണ്ടി, മുൻകോപം എങ്ങനെയൊന്ന് മാറ്റുക? അത്രയൊന്നും മുനിയുടെ ഭാര്യ അനസൂയ നല്ല തപം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് പുത്രന്മാരും പുത്രികളും ഉണ്ടാകാൻ. അങ്ങനെ നല്ല തീവ്രവരം കിട്ടാൻ വേണ്ടിയിട്ട് തീവ്രമായിട്ട് തപസ്സനുസരിച്ചുകൊണ്ടിരിക്കുക പാർവതീദേവിയെ പോലെ. അങ്ങനെ തീവ്ര തപസ്സിൻ്റെ ഏറ്റവും പരമകാഷ്ഠയിൽ ഭഗവാൻ പ്രസാദിച്ചു. 3 പേരെ പ്രസാദിച്ചു, ത്രിമൂർത്തികൾ പ്രസാദിച്ചപ്പോൾ അനസൂയ ചോദിച്ചത് വരം. നമുക്ക് ആർക്കും, എനിക്ക് തോന്നുന്നത് മഹാഭാരതത്തിലോ പുരാണങ്ങളിലോ ഒന്നും ഇത്ര പോലെ വരം ചോദിച്ച ഒരു സ്ത്രീ ഉണ്ടാവില്ല. എന്താ ചോദിച്ചത്? ത്രിമൂർത്തികൾ മക്കളായി ജനിക്കണം. അതൊരു ഭയങ്കര സംഭവമല്ലേ? ത്രിമൂർത്തികൾ മക്കളായി ജനിക്കുക എന്ന് പറഞ്ഞാൽ, ത്രിമൂർത്തികൾ മക്കളായി ജനിക്കണം.
എന്ന് ഉള്ള വരം മഹാദേവൻ കൊടുത്തു, ശിവഭഗവാൻ കൊടുത്തപ്പോൾ എന്താണ്ടായേ? ആ അദ്ദേഹം ചെയ്തതെന്താ വെച്ചാൽ, ഭഗവാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ മുൻകോപം ആ സ്വഭാവം മൊത്തം അങ്ങോട്ട് കൊടുത്തു. പാർവതി ദേവിയുടെ ഇഷ്ടപ്പെടാത്ത, ശിവഭഗവാൻ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താ? അദ്ദേഹത്തിൻ്റെ മുൻചുണ്ടി അത് കൊടുത്തു. അപ്പോൾ ദുർവാസം അകറ്റമായിട്ട് കൊടുത്ത് അത്രിയുടെ ഭാര്യയായിട്ടുള്ള അനസൂയെ കൊടുത്ത മകനാണ്, ആ ഫീലിംഗ് കിട്ടിയ മകനാണ്, ആ ഫീലിംഗ് കിട്ടിയ കൂടെ ജനിച്ച മകനാണ് ദുർവാസാവ്. പാർവതി ദേവിയുടെ ഇഷ്ടമില്ലാത്ത, അദ്ദേഹത്തിനോടൊപ്പം ദുർവാസം അനുഷ്ഠിച്ചതിന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ദുർവാസം അകറ്റാൻ ഭഗവാന്റെ മുൻചുണ്ടിയും മുൻകോപവും ഒക്കെ കൊടുത്ത് ആ ഫീലിംഗ് കൊടുത്ത് ജനിച്ച മകനാണ് ദുർവാസാവ്. എന്താ കഥ? നമ്മുടെ ദശാവതാരത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത് അദ്ദേഹത്തിൻ്റെ മുൻചുണ്ടി. അതെല്ലാം നന്മയ്ക്കും തിന്മയ്ക്കും ആയി മാറി എന്നുള്ളത് വേറൊരു കാര്യം. എങ്കിലും മുൻചുണ്ടി ശരിയല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ മുൻചുണ്ടിക്കാരനാണ്. ആ മുൻചുണ്ടി കൊണ്ട് ജീവിതത്തിലെല്ലാം പരാജയങ്ങളുണ്ടായ ആളാണ്. നിങ്ങൾ കുട്ടികൾ ഒരിക്കലും അച്ഛനും അമ്മയും പറഞ്ഞാലും ആര് പറഞ്ഞാലും സ്നേഹത്തോട് കേട്ടിരിക്കുക, സമാധാനത്തോട് കേട്ടിരിക്കുക. ബൈബിളിലൊരു കാര്യം പറയും. എന്താ പറയുക? സന്മനസ്സുള്ളവർക്ക് സമാധാനം. ക്ഷമയാണ് നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഒരു മനുഷ്യനുണ്ടാകാത്ത ആദ്യത്തെ ക്വാളിറ്റി എന്താണെന്നറിയുമോ? ക്ഷമ. നമുക്ക് സ്വാതന്ത്ര്യം തരാൻ വേണ്ടി ഗാന്ധിജി എല്ലാവരും വെട്ടിക്കൊന്നു? ഒന്നുമില്ലല്ലോ. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കൈനിധി എന്താണ്? അഹിംസ, ക്ഷമ. ആ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം പോകുമ്പോൾ, അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് സേവനം അനുഷ്ഠിക്കാൻ പോകുമ്പോൾ അദ്ദേഹം ഒന്നുമല്ല, അദ്ദേഹം ചെറിയ ഒരു വക്കീലാണ്, അസിസ്റ്റൻ്റ് വക്കീലാണ്. അദ്ദേഹം അവിടെ പോയപ്പോൾ അവിടെ എല്ലാവരും ബീരങ്കി പട്ടാളം ഇറക്കി. ആര്? പട്ടാൾക്കാരിറങ്ങി, ബ്രിട്ടീഷുകാരിറക്കി, ജലബീരങ്കി അടിച്ചു, എല്ലാവരും ഓടിപ്പോയി. ഗാന്ധിജി അതെല്ലാം നിന്നുകൊണ്ടു. അദ്ദേഹത്തിന് ഭക്ഷണമെല്ലാം കൊണ്ടുപോയിരുന്ന വർഷം കഷിച്ചില്ല. അദ്ദേഹം എല്ലാം കൊണ്ട് താഴെ വീണു. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൽ കുറച്ച് പേര് വാളേന്തി. ബൈബിളിൽ പറയും, വാളെടുക്കുന്നവൻ വാളാൻ. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താ? വാളെടുത്തു കഴിഞ്ഞാൽ വാള് തീരുള്ളൂ, സമാധാനത്തെ തീരില്ല. അപ്പോൾ മുൻചുണ്ടി നിങ്ങൾ ഒഴിവാക്കണം. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ കഥ ഇനിയും തുടരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച അതിൻ്റെ അനുബന്ധമായിട്ടുള്ളൊരു കഥ, കൂർമാവതാരത്തിൻ്റെ അനുബന്ധമായിട്ട് കഥ കാണാം. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അതെ, വിഷമമുണ്ട്. അതെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാംസിൽ റൂബിക്ക് ഏറ്റവും ഇഷ്ടമായ പ്രോഗ്രാം ഏതാ? എനിക്ക് എല്ലാ പ്രോഗ്രാംസും, എസ്പെഷ്യലി പറയുള്ളത് നമ്മുടെ അബാക്കസിലെ കുട്ടികളുടെ ടാലൻറ്റ് ഷോ സൂപ്പർ ആയിരുന്നു. ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇരുന്ന് ശ്രമിച്ചാൽ പോലും നടക്കാത്ത അത്ര ടാലൻസ് ആണ് ആ കുട്ടികളെ നമ്മൾ കണ്ടത്. വളരെ ടാലൻറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെനഞ്ചേട്ടൻ പറഞ്ഞ കഥകളും ഒത്തിരി ഇഷ്ടമായി. എല്ലാ പ്രോഗ്രാംസും തന്നെ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല പ്രോഗ്രാംസുമായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് കൊച്ചുവിൻ്റെ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അതിനു മുമ്പ് ഒരു കാര്യം പറയണം. നമ്മുടെ പ്രോഗ്രാം അരമണിക്കൂറാക്കി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കുറേ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫാൻസ് കുറേ പേര് വന്നിട്ട് പറഞ്ഞു, റൂബി ചേച്ചീനെ ഇനി 1 മണിക്കൂർ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പൊ മക്കളെ വിഷമിക്കാൻ 1/2 മണിക്കൂറാണെങ്കിൽ എന്താ അടിച്ചു പൊളിക്കണം അല്ലേ? എസ്പെഷ്യലി ഞങ്ങൾക്ക് താങ്ക്സ് പറയുന്നത് നമ്മുടെ കോഫി ഓൾവേസ് ഷോപ്പിനോടാണ്. ഞങ്ങൾക്ക് വേണ്ടി ഇതാ കഫേ മോക്കയും ഇതിന്റെ പേരെന്തായിരുന്നു, കാരമൽ സ്പൈസ് ലാറ്റെ. അതെ, കാരമൽ സ്പൈസ് ലാറ്റയും തന്ന് ഇത്രയും നല്ലൊരു വിഷ്വൽ എഫക്റ്റ് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് കോഫി ഓൾവേസ് ഷോപ്പ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി ഇവിടെ വരുന്നതായിരിക്കും, ഷൂട്ടില്ലെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് നല്ല കോഫി വേണം, നല്ല ഒരു മൂഡ് അല്ലെങ്കിൽ നല്ല ഒരു ഇൻറ്റീരിയേഴ്സ് ഒക്കെ കാണണം, ആർട്സ് കാണണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ പാടിവട്ടത്തുള്ള കോഫി ഓൾവേസിലേക്ക് വരിക, ഇഷ്ടമുള്ള കോഫി കുടിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then we meet. It's me Rubia signing out. Bye. And Meenakshi. Bye.